ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഇന്ന് ഇവിടെ ഞാൻ അടിപൊളി ഒരു പലഹാരമായിട്ട് കൊണ്ടുവന്ന് 4 മണിക്ക് ചായയൊക്കെ കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്കൂള് ഇല്ലാത്ത സമയമാണല്ലോ, പൂട്ടിയിരിക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുമല്ല, നമുക്ക് കുറച്ച് നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അത് നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുകയൊന്നുമല്ല, നമ്മൾ ആവിയിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 3 റോബസ്റ്റയാണ് എടുത്തത്. കുറച്ച് ചെറിയ റോബസ്റ്റ ആയത് കാരണം മാത്രമാണ് ഞാൻ 3 എടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് വലിയ റോബസ്റ്റ ആണെങ്കിൽ 2 എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ കളഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കണേ. അങ്ങനെ ഞാനത് 3 ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിന് നേന്ത്രപ്പഴം ഉപയോഗിക്കുന്നതിലും നല്ലത് ഇതുപോലെ സോഫ്റ്റായ പഴം ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ റോബസ്റ്റയാണ് ഇവിടെ സോഫ്റ്റ് ആയതുകൊണ്ട് റോബസ്റ്റയാണ് ഞാനിവിടെ എടുത്തത്. അധിക പേർക്കും നേന്ത്രപ്പഴത്തിനേക്കാളും ഇഷ്ടം റോബസ്റ്റ ആയിരിക്കും കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇതിന് ടേസ്റ്റും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ പലഹാരത്തിൻ്റെ. പിന്നെ കുറച്ച് വാഴയിലയാണ് വേണ്ടത്. ആ വാഴയില ഞാൻ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. കാരണം ഇത് പൊട്ടിപ്പോവും നമ്മൾ മടക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ നെയ്യ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഇതിൽ കൂടുതലായിട്ട് വെളിച്ചെണ്ണയോ എണ്ണയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് മുന്തിരിയും നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ മാത്രം കുറച്ച് നെയ്യ്. നിങ്ങൾക്ക് ഇത്ര നെയ്യ് ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നെയ്യ് കുറയ്ക്കുക കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് മുന്തിരിയാണ്, ഞാൻ കറുത്ത ഉണക്ക മുന്തിരിയാണ്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കറുപ്പാണുള്ളത് കൊണ്ട് ഞാൻ കറുപ്പാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമുക്കൊരു കപ്പ് നാളികേരമാണ് വേണ്ടത്. ചിരവിയെടുത്ത നാളികേരമാണ്. അതും കൂടി ഇതിലിട്ടിട്ട് ഈ നാളികേരം ഈ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത്ര മതി. ഇത് കഴിയുമ്പോഴേക്കും ഇത് നമ്മളൊരു അടുപ്പത്തേക്ക് ആക്കുമ്പോഴേക്കും നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്ത് തീർക്കാനുണ്ട്. നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഒരു 3 അച്ച് ശർക്കര മതി കേട്ടോ. അപ്പം നിങ്ങളടുത്ത് 3 അച്ച് ശർക്കരയാണെങ്കിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് അതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഞാൻ വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ ഞാൻ ശർക്കര എപ്പോഴും കിട്ടിയാലും അത് നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ട് ഒരു കുപ്പിയിൽ ആക്കി വയ്ക്കും, ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. അപ്പോൾ ഫ്രിഡ്ജിലാക്കി വെച്ചപ്പോൾ ഒന്ന് കട്ടയായിട്ടുണ്ട്. അതൊന്ന് ഉടച്ചെടുക്കാൻ മാത്രമാണ് ഈ പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ചൂടാക്കുന്നത്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഈ ശർക്കര ഉരുക്കുന്ന ആ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ശർക്കരയൊക്കെ ഉരുക്കി വെക്കുക. പിന്നെ ശർക്കര ഉരുക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂപ്പൽ പോലെ വരും. അപ്പോൾ ഇതുപോലെ ഉരുക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ ഒരു കേടുകൂടാതെ കുറേ കാലം നിൽക്കും. പിന്നെ നമ്മൾ ആ വറുത്ത നാളികേരത്തിലേക്ക് കുറച്ച് ഒരു 1/2 സ്പൂണ് ഏലക്ക പൊടിച്ചതും 1/2 സ്പൂണ് ജീരകം പൊടിച്ചതും ആവശ്യത്തിന് നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ആ ഏലക്കയും ജീരകമൊക്കെ ഇതിൽ കിടന്നിട്ട് ഒന്ന് ചൂടായാൽ മാത്രം മതി. നമ്മൾ നല്ലോണം നെയ്യിൽ ഈ നാളികേരമൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ടല്ലോ. പിന്നെ നമുക്ക് ഈ അരിഞ്ഞ് വെച്ച പഴം കൂടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പഴമൊക്കെ ഒന്ന് ഉരുക്കി കിട്ടും. അപ്പോഴേക്കും നമ്മൾ ശർക്കര നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കി വരുന്നുണ്ട്. ഉരുക്കിയതാണ്, എന്നാലും ഒന്ന് ജസ്റ്റ് കട്ടയൊക്കെ ഉടഞ്ഞിട്ട് ഒന്ന് വെള്ളം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്കിത് അരിച്ചെടുത്തത് കാരണം ഇനി അരിച്ചെടുക്കൊന്നും വേണ്ട. അതൊന്ന് സൈഡിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ശർക്കരപ്പാനി നമുക്ക് ഓഫ് ചെയ്തിടാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഈ നാളികേരം വറുത്തതുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്ത് തീർക്കാനുണ്ട്. നാളികേരം നന്നായിട്ട് 2 അടുപ്പത്തായിട്ട് വയ്ക്കുമ്പം പെട്ടെന്ന് തന്നെ പണി കഴിയും. അപ്പോൾ മറ്റേ അടുപ്പത്തേക്ക് നല്ലോണം ശർക്കര തിളയ്ക്കുമ്പോഴേക്ക് ഈ അടുപ്പിൽ നന്നായിട്ടൊന്ന് പഴം ഇതിൽ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ നമുക്കൊന്ന് നമ്മൾ ഈ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഈ പഴമൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഒരുപാട് ഉടയണമെന്നില്ല, എന്നാലും ഈ വലിയ പീസുകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ സോഫ്റ്റ് പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക്. അങ്ങനെ ഞാൻ എല്ലാ പഴം കൂടി ഇതിലേക്കൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ
ഏകദേശം ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ആവശ്യത്തിന് നമുക്ക് മധുരം ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ ആ ഉരുക്കി വെച്ച ശർക്കര എല്ലാം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര ശർക്കര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിവ്, ഇത് നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇത്ര ശർക്കര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ഒഴിച്ചിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ പിന്നീട് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കപ്പ് ഒരു 250 ml ഒരു കപ്പിന് ഒരു കപ്പ് പത്തിരിപ്പൊടിയാണ്, അരക്കപ്പ് റവയും, സാധാ റവയില്ലേ നമ്മളെ വറുക്കാത്ത റവയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് പത്തിരിപ്പൊടി, നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടി ഉണ്ടല്ലോ ആ പൊടി, അരക്കപ്പ് റവയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കുറുക്കിയെന്ന് വെച്ചാൽ ഒരു കട്ടിയുള്ള രൂപത്തിൽ അങ്ങനെ ആക്കുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതിലേക്കൊന്ന് ഇതുപോലെ നല്ല ചൂടോട് കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിലൊക്കെ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് പിന്നെ ഒഴിച്ചെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ ഹൽവയൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് ഒഴിച്ച നെയ്യ് അല്ലാണ്ട് വേറെ കൂടുതലായിട്ട് എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ടിത് ഓഫ് ചെയ്തിട്ടിട്ട് നമുക്കൊന്ന് ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്കാണ് ഞാനിവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ചൂടാറിയിട്ടേ ഇനി ഇത് റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സ്റ്റീൽ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഈ ശർക്കരേൻ്റെ നല്ല കളറുള്ള ശർക്കരയൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്നെങ്കിൽ ഇത് നല്ല കളറായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ നല്ല കറുത്ത കളറ് ശർക്കരയൊക്കെ കിട്ടും, അതൊക്കെ മേടിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഇതുപോലെ പലഹാരം ഉണ്ടാക്കുമ്പോൾ നല്ല ഡാർക്ക് കളറായിരിക്കും ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വാഴയില നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ആ വാഴയില നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് വാഴയിൽ സാധാരണ നമുക്ക് അട ചുടുന്ന പോലെ വെച്ചിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് അട ചുടുന്ന പോലെ അട പരത്തുന്ന പോലെ ഇല മടക്കിയിട്ട് വെച്ചാലും മതി, എന്നാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മളെ ഇഷ്ടം പോലെ വെക്കാം കേട്ടോ. അപ്പം ഞാനിതൊരു ചെറിയൊരു ഷേപ്പിലൊക്കെ ആക്കിയിട്ട് ഇതുപോലെ നമ്മളെ ഈ ഓലേൻ്റെ ഇതില്ലേ എന്താ പറയുക, ഈ ഇർക്കല എന്ന് പറയും നമ്മൾ, അത് കുത്തിയിട്ട് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ ടൂത്ത് പിക്ക് കുത്തിയാലും മതി. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ സ്പൂൺ കൊണ്ട് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണല്ലോ കാണാൻ. അപ്പോൾ എല്ലാം നിങ്ങൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുത്താൽ മതി. പിന്നെ നമ്മൾ വാഴയില ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഇതിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾ വാഴയില തന്നെ ഉപയോഗിക്കാൻ നോക്കുക. കഴിയുന്നതും വാഴയില കിട്ടുകയാണെങ്കിൽ അതന്നെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോഴേ ആ താഴെ ഭാഗത്തേക്കൊക്കെ കൂർത്ത ആ ഭാഗത്തേക്കൊക്കെ മാവ് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഈ മാവും ഓരോന്നും ഈ വാഴേൻ്റെ ഇലയിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലൊന്ന് ഈർക്കില വെച്ചിട്ടൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഞാനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതൊക്കെ ആവി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നല്ല ഭംഗിയായി, അതിൻ്റെ പലഹാരത്തിന് നല്ലൊരു ഭംഗിയാവും കാണാൻ. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിൽ സാധാരണ നമ്മൾ അടയൊക്കെ വേവിക്കുന്ന പോലെ തന്നെ വെള്ളം വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ കുറേശ്ശെ 2 ട്രിപ്പായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ആവിയിൽ കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് കട്ടിയൊക്കെ ആണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് മറച്ചിടേണ്ടി വരും. മാവ് കുറച്ച് കട്ടിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് നോക്കണം, മാവ് ഉള്ളിൽ വെന്തോ നോക്കണം കേട്ടോ. ചിലപ്പോൾ ഇത് വേവാൻ ചാൻസ് ഇല്ല, അപ്പോൾ കുറച്ച് അധികം സമയം തന്നെ ഇത് വെക്കേണ്ടി വരും. അപ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുത്താലും മതി. അപ്പോൾ എൻ്റെ ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനതൊന്ന് തുറന്നിട്ട് കാണിച്ചു തരാം. നല്ല സ്മെല്ലാണ് കേട്ടോ അത്. അപ്പോൾ വാഴേൻ്റെ ആ ഇല വാടിയ സ്മെല്ലൊക്കെ അതിലേക്ക്, അതുകൊണ്ടായിരിക്കും നല്ലൊരു സ്മെല്ല് ഇത് തുറക്കുമ്പോൾ. അടിപൊളിയായിട്ടുണ്ട്. മെല്ലെ ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വാഴേൻ്റെ ഈ ഫ്ലേവറും കൂടി ഈ പലഹാരത്തിലേക്ക് വരുമല്ലോ. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നിങ്ങൾ മാവ് ആക്കുമ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഇത് താഴേക്ക് ഇറങ്ങി വരുള്ളൂ. കണ്ടോ, അതുപോലെ തന്നെ ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ കഴിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിലാരെങ്കിലും വരികയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. എണ്ണയില്ലാത്ത പലഹാരം ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഒക്കെ എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും പ്രായമായവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുന്നത് ഒരു നാടൻ പലഹാരമാണ് കേട്ടോ. അത് സാധാരണ നമ്മളെന്താണ് ഈ പ്ലായിലൊക്കെ വെച്ചിട്ട് കുത്തുന്നുണ്ടല്ലോ,
അതുപോലത്തെ ഒരു പലഹാരം തന്നെയാണ്, പക്ഷേ കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കാണാൻ ഏകദേശം അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ കുമ്പിളപ്പം, അങ്ങനെ കുമ്പിളപ്പം എന്ന് പറയില്ല, ചക്ക കൊണ്ടുണ്ടാക്കും, പഴത്തോണ്ടുണ്ടാക്കും. അതൊക്കെ നമ്മൾ നേന്ത്രപ്പഴത്തോണ്ടാണ് ഉണ്ടാക്കുക. ഇതിപ്പോൾ നമ്മൾ റോബസ്റ്റ് ആയതുകൊണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ റോബസ്റ്റയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ അധികം ഇപ്പോൾ സ്കൂൾ പൂട്ടിയപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. മക്കൾക്ക് നല്ല ഇഷ്ടപ്പെടും, കുട്ടികൾക്കും അല്ല വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അതുപോലെ ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. അത് വന്നിട്ട് നല്ല സോഫ്റ്റായി, പത്തിരിപ്പൊടിയാണല്ലോ നമ്മൾ ഉപയോഗിച്ചത്, അപ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അത് കണ്ടോ, ഇതുപോലെ എന്ത് കണ്ടോ, കൈ വെച്ച് മുറിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് മുറിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ അത്രയും സോഫ്റ്റാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. അടിപൊളി വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും പലഹാരം ഉണ്ടാക്കണം, എന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റി ആയ പലഹാരമാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബായ്.